അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ-ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ഇനി നമുക്ക് നമ്മുടെ ശ്രീനാരായണീയ ഖുർആൻ വ്യാഖ്യാനം, അതിൽ സൂറത്ത് ബഖറയിലെ 96-ാമത്തെ ആയത്ത്, അതിന് ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള അർത്ഥം എത്ര വിചിത്രമാണ് എന്ന് നോക്കാം. ആയത്ത് ഇങ്ങനെയാണ്: വലതജിദന്നഹും അഹ്റസന്നാസി അലാ ഹയാത്തിൻ വമിനല്ലദീന അശ്റകു. അവരെ, അതായത് യഹൂദരെ, മനുഷ്യരിലും വച്ച് എത്രത്തോളം എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്യുന്ന ആളുകളെക്കാൾ കൂടി ജീവിതത്തോട് അത്യാർത്തിയുള്ളവരായിട്ട് നിനക്ക് കാണാം. യവദ്ദു അഹദുഹും ലൗ യുഅമ്മറു അൽഫസന. തനിക്ക് 1000 വർഷം ജീവിക്കാൻ കഴിഞ്ഞെങ്കിൽ എന്താണ് അവരിൽ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. വമാ ഹുവ ബിമുസഹ്സിഹിഹി മിനൽ അദാബി അൻ യുഅമ്മർ. എന്നാൽ ദീർഘകാലം ജീവിക്കാൻ സൗകര്യം കിട്ടി എന്നത് അവനെ ശിക്ഷയിൽ നിന്ന് ഒരിക്കലും അകറ്റുന്നില്ല. അല്ലാഹു ബസീറും ബിമാ യഅമലൂൻ. അല്ലാഹു അവർ ചെയ്യുന്നത് സംബന്ധിച്ച് നന്നായി അറിയുന്നവനാണ്. ഇവിടെ ഒമിനന്നാസി ഒമിനല്ലദീന അശ്റകു, ശിർക്ക്, അതായത് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണല്ലോ ശിർക്ക് പറഞ്ഞാൽ. അങ്ങനെ ചെയ്യുന്ന ആളുകളെക്കാൾ കൂടി ജീവിതത്തിൽ കൊതിയുള്ളവരാണ് ജൂതന്മാർ. ഇവിടെ നമ്മളെ പൊരുളുകാരൻ പറയുന്ന അർത്ഥം, സത്യത്തെ പലതായി കാണുന്ന മനുഷ്യരിൽ ഭൗതിക ജീവിതത്തോട് ഏറ്റവും ആർത്തിയുള്ളവരാണ് അവരെന്ന് നിനക്ക് കാണാം. ഇവിടെ ഭൗതിക ജീവിതത്തോടല്ല ഹയാത്ത് എന്ന് നിനക്ക് കാണാം. എന്നിട്ട് പിന്നെ പറയണത് എന്താണ്? ഒമിനല്ലദീന അശ്റകു എന്നുള്ളതിന് സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികളെക്കാൾ അവർ ആർത്തിയുള്ളവരാണ്. ഇവിടെ ഈ സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ എന്നതുകൊണ്ട് എന്താണ് ഇയാൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക? ഖുർആന് എവിടെയൊക്കെ ശിർക്ക് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നതാണ് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അതായത് അള്ളാഹുവിന് പുറമെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുകയും ആ വിശ്വാസമനുസരിച്ച് ശിർക്കൻ അനുഷ്ഠാനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന ആളുകൾക്കാണ് സാധാരണ മുശ്രിക്ക് എന്ന് പറയാം. ഈ ശിർക്കിന് അള്ളാഹു ഒരിക്കലും പൊറുക്കൂല എന്ന് ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞു. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അള്ളാഹു ഒരിക്കലും ശിർക്ക് പൊറുക്കുകയില്ല. ശിർക്കല്ലാത്ത പാപങ്ങൾ അള്ളാഹു പുറത്തു എന്ന് വരാമെന്ന്. അപ്പോൾ ഇവിടെ ശിർക്ക് ബഹുദൈവത്വമെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നോ അർത്ഥം പറയുന്നതിന് പകരം സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ, ഇങ്ങനെ ഇതിന് അർത്ഥം നീട്ടിവലിച്ച് പറയേണ്ട കാര്യം എന്താണ്? അതിൻ്റെ ഉദ്ദേശം എന്താണ്? അപ്പോൾ ലോകത്ത് നമ്മളുടെ പൊരുളുകാരൻ്റെ വാദം, ലോകത്തുള്ള ഏത് വേദവും അത് പൂർണ്ണ സത്യമാണ്, അതിലൊരു തിരുത്തലും വന്നിട്ടില്ല. ആ വേദക്കാർ ജീവിക്കുന്ന രീതിയിൽ അവരെ ജീവിക്കാൻ വിടുകയും അവരോട് ധർമ്മത്തെ ഉപദേശിക്കുകയും ചെയ്താൽ മതി, അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കേണ്ടതില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മതവിഭാഗങ്ങളെ നമ്മളെടുത്ത് പരിശോധിച്ചാൽ ശിർക്കിൽ നിന്ന് തീർത്തും കുറ്റമറ്റ രീതിയിലുള്ള ദീൻ എന്ന് പറയുന്നത് ഇസ്ലാമാണ്. അതിനോടടുത്ത് വരുന്ന വിഭാഗമായിട്ട് ജൂതന്മാരെ കാണാൻ പറ്റും. കാരണം ജൂതന്മാർ വിഗ്രഹപൂജക്കെതിരാണ്. അവർ യാതൊരു പ്രതിമയെയും പൂജിക്കാറില്ല.
ബാക്കി ലോകത്ത് ഏത് മതക്കാരെ നമ്മൾ എടുത്താലും അവരിലൊക്കെ ഈ വിഗ്രഹ പൂജ ഉണ്ട് എന്ന് കാണാൻ കഴിയും. ക്രിസ്ത്യാനികളിലെ വളരെ ചെറിയൊരു ന്യൂനപക്ഷം യേശുവിനെ ദൈവത്തിൻ്റെ പ്രവാചകനായി മാത്രം കാണുന്ന ആളുകളുണ്ട്. അവരും ഇതുപോലെ തന്നെ വിഗ്രഹപൂജ നടത്തുന്നില്ല. ബാക്കി ഏത് വിഭാഗത്തെ നമ്മൾ എടുത്താലും കാണാൻ കഴിയുന്നത് അവരൊക്കെ വിഗ്രഹപൂജ നടത്തുന്നു, അതായത് ശിർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഭാഗങ്ങളൊക്കെ സ്വർഗത്തിലെത്തിപ്പെടുകയും അവരൊക്കെ സത്യത്തിൻ്റെ ആളുകളാണ് എന്ന് വരികയും ചെയ്യണമെങ്കിൽ അവർ ശിർക്ക് ചെയ്യുന്നു, അതായത് അള്ളാഹു അല്ലാത്ത മറ്റ് ദൈവങ്ങളെ മറ്റ് സാങ്കല്പിക ദൈവങ്ങൾക്ക് പൂജിക്കുന്നു എന്ന് പറയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ അർത്ഥം നമ്മൾക്ക് മാറ്റി പറയാം എന്ന് വെച്ചതാണ്. അങ്ങനെയാണ് സത്യത്തെ പലതായി കാണുന്ന പങ്കാളിത്തവാദികൾ എന്നർത്ഥം പറയുന്നത്. ഇനി സത്യത്തെ പലതായി കാണുക എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യമാണോ? സത്യം എന്ന് പറയുന്നത് ഒന്നേ ഉണ്ടാവുള്ളൂ. ഇന്ന് ഖുർആൻ തന്നെ പറയുന്നത് ഫമാദ ബഅദൽ ഹഖ് ഇല്ലൽ ലലാൽ എന്നാണ് സൂറത്ത് യൂനുസിൽ ചോദിക്കുന്നത്. സത്യത്തിന് ശേഷം പിന്നെ ലലാലല്ലാതെ മറ്റെന്താ ഉള്ളത്? സത്യത്തിന് വിധ മുഖങ്ങളില്ലാന്നുള്ളതാണ് വസ്തുത. സത്യത്തിന് ഒരു മുഖമാണുള്ളത്, അസത്യത്തിനാണ് വിവിധ മുഖങ്ങളുള്ളത്. അതുകൊണ്ട് സത്യത്തെ സംബന്ധിച്ച് ഖുർആൻ പറയുമ്പോഴൊക്കെ ഏകവചനമായിട്ടാണ് അതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രതീകമായിട്ട് എടുത്തു പറയുന്ന നൂറ് പോലുള്ള വാക്കുകൾ പോലും അതും ഏകവചനമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ബാത്തിലിൻ്റെ അസത്യത്തിൻ്റെ പ്രതീകങ്ങളെ പറയുമ്പോൾ അവിടെ ഉദാഹരണത്തിന് ലുലുമാത്ത് ഇരുളുകൾ ബഹുവചനമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ സത്യത്തിന് ഒരൊറ്റ മുഖമേ ഉള്ളൂ, അസത്യത്തിനാണ് വിവിധ മുഖങ്ങളുള്ളത്. അപ്പോൾ പിന്നെ സത്യത്തെ പലതായി കാണുക എന്നത് തീർത്തും ഖുർആനിക വിരുദ്ധമാണ്, അത് വസ്തുതാവിരുദ്ധവുമാണ് എന്നതാണ് വസ്തുത. അപ്പോൾ അങ്ങനെയുള്ള ഒരു വസ്തുതാവിരുദ്ധമായിട്ടുള്ള സംഗതി എടുത്തിട്ടാണ് ഇവിടെ വമിനല്ലദീന അശ്റകൂ സത്യത്തെ വലുതായി കാണുന്ന പങ്കാളിത്തവാദികൾ എന്ന് പറയും. അള്ളാഹുവിൽ പങ്കു ചേർക്കാനുള്ളതിലേക്ക് പോയാൽ താൻ പറയുന്ന വാദഗതി പൊളിയെന്നുള്ളത് ഈ മൗലവിക്ക് അറിയാവുന്നത് കൊണ്ടാണ് അദ്ദേഹം ഇപ്രകാരത്തിനർത്ഥം പറഞ്ഞിട്ടുള്ളത്. ഇനി മുമ്പോട്ട് പോയാൽ 102-ാമത്തെ ഇവിടെ മറ്റൊരു സംഗതി ഉള്ളത്, ഇസ്ലാം മാത്രമാണ് ശരിയെന്നും വിശുദ്ധ ഖുർആൻ മാത്രമേ അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിൽ സത്യമായിട്ടുള്ള വേദമുള്ളൂ എന്നും ഇസ്ലാം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവർക്ക് മുസ്ലിം എന്ന് പറയുന്ന ജാതിയായിട്ട് ആണ് ആളുകൾ കാണാറുള്ളത്. ഈ ജാതിയെ സംബന്ധിച്ചില്ല, ഇസ്ലാം എന്ന് പറയുന്ന ദീന് അംഗീകരിച്ചവർക്ക് അള്ളാഹുവിൻ്റെ അടുത്ത് സ്വർഗം കിട്ടുകയുള്ളൂ, അവൻ്റെ പ്രീതി കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയുന്നത് അത് വംശീയവാദമാണ് എന്നാണല്ലോ മുസ്തഫയുടെ ഈ അകമ്പൊരുളുകാരൻ്റെ വാദം. അപ്പോൾ വംശീയവാദം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾ ഉന്നയിക്കുന്ന ഈ ഒരു വാദഗതിയാണ് വംശീയവാദമായിട്ട് പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ആദർശം എന്നൊരു സംഗതി ഉണ്ട്. ആ ആദർശം അംഗീകരിക്കുകയും ആ ആദർശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നത് സംബന്ധിച്ചാണ് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ സംസാരിക്കാറുള്ളത്. പക്ഷെ അത് മറച്ചു വെച്ചുകൊണ്ട് ഇതിനൊരു വംശീയവാദമായി ഉന്നയിക്കുകയും എടുത്തു കാണിക്കുകയും എന്നിട്ട് മുസ്ലിങ്ങൾ അധിക്ഷേപിക്കുകയും ചെയ്യാനുള്ളതാണ് ഇയാളുടെ പ്രസംഗത്തിലും അതുപോലെ ഈ അകമ്പൊരുളിലും ഒക്കെ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ ഇതിൻ്റെ 190-ാമത്തെ പേജിൽ അദ്ദേഹം പറയുന്നത്, തങ്ങൾക്ക് ലഭിച്ച വേദം മാത്രമാണ് ശരിയെന്ന അപകടകരമായ വാദം ഉയർത്തുന്നവരുടെ നിലപാടിനെയാണ് ഈ വചനം ചോദ്യം ചെയ്യുന്നത്. ഏത് വചനം? ഖുർആനിലെ 101-ാമത്തെ ആയത്ത്, വലമ്മാ ജാഅഹും റസൂലുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും. തങ്ങളുടെ കയ്യിലുള്ളതിനെ സത്യപ്പെടുത്തുന്ന അല്ലാഹുവിൽ നിന്നുള്ള റസൂൽ വന്നപ്പോൾ നബദ ഫരീഖും മിനല്ലദീന ഊത്തുൽ കിതാബ് നൽകപ്പെട്ട ആളുകളിൽ ഒരു വിഭാഗം
കിതാബല്ലാഹി അള്ളാഹുവിൻ്റെ കിതാബ് അവരെ കയ്യിലുള്ള കിതാബിനെ അവർ തള്ളിക്കളഞ്ഞു. വറാ ദുഹൂരിഹിം അവരവരുടെ പിന്നിലേക്ക് അത് വലിച്ചെറിഞ്ഞു. കഅന്നഹും ലാ യഅലമൂൻ അവർക്കറിയാത്ത മട്ടിൽ എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇതിനെപ്പറ്റിയാണ് തങ്ങൾക്ക് ലഭിച്ച വേദം മാത്രമാണ് ശരിയെന്ന അപകടകരമായ വാദം ഉയർത്തുന്നവരുടെ നിലപാടിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യുന്നത്. അതായത് മുസ്ലിങ്ങൾ പറയുന്നത് മുസ്ലിങ്ങൾക്ക് ലഭിച്ച ഖുർആൻ മാത്രമാണ് ഇന്ന് ലോകത്ത് ലഭിക്കാവുന്ന സത്യവേദമെന്നാണ്. ബാക്കിയുള്ളതിലൊക്കെ കൈകടത്തലുകൾ വന്നിട്ടുണ്ട്. ഇത് മുസ്ലിങ്ങൾ മാത്രം പറയുന്നതല്ല, ആ വേദങ്ങളുടെ തന്നെ ആളുകൾ പറയുന്നതാണ് അതിന് കൈകടത്തലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ കൈകടത്തൽ വന്നിട്ടുണ്ടെന്നും വിശുദ്ധ ഖുർആൻ മാത്രമാണ് ശരിയെന്ന് പറയുകയും ചെയ്യുന്നവർ അവരുടെ ഈ വാദം വളരെ അപകടകരമാണ് എന്നാണ് ഇദ്ദേഹം ഇവിടെ ഈ നിലപാടിനാണ് ഈ ആയത്ത് ചോദ്യം ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെ വിശുദ്ധ ഖുർആനിന് വിരുദ്ധമായിട്ടുള്ള സംഗതികൾ പറയുകയും ഇപ്പോഴുള്ള മതം അത് മുആവിയൻ മതമാണ്, ഖുർആൻ മുന്നോട്ട് വെച്ച യഥാർത്ഥ മതം ഇന്ന് ലോകത്ത് ലഭ്യമല്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് എന്താണ്? താനൊരു മുസ്ലിം അല്ലാന്ന്, താൻ ഇസ്ലാമിൻ്റെ പുറത്താണുള്ളതെന്ന്. ഇനി ഇതേ സൂറത്തിൽ എന്ന 102-ാമത്തെ ആയത്തിൽ അദ്ദേഹം യുഅല്ലിമൂനന്നാസ സിഹ്റ വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്റ എന്നാൽ ശൈത്താന്മാർ അവർ നിഷേധിക്കുകയും അവർ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിടത്ത് അദ്ദേഹം നൽകുന്ന അർത്ഥം എന്താണ്? അവരാണ് ജനങ്ങൾക്ക് അഥവാ ബാബിലോണിയയിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ രണ്ടാളുകൾക്ക് ആഭിചാരം പഠിപ്പിക്കുന്നത്. അവിടെ 2 മാലാക്കന്മാർ ഇറക്കപ്പെട്ടിട്ടുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ അർത്ഥത്തിന് യാതൊരു പ്രസക്തിയില്ലാണല്ലോ. കാരണം ഖുർആൻ പറയുന്നത് വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്ർ, ആ ശൈത്താന്മാർ അവർ നിഷേധികളാവുകയും അവർ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിക്കുകയും ചെയ്തു. ഇവിടെ അർത്ഥം പറഞ്ഞപ്പോൾ ജനങ്ങൾക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്ത് എന്നീ 2 ആളുകൾക്ക് എന്നാക്കി. യഥാർത്ഥത്തിൽ ഖുർആനിലുള്ളത് എന്താണ്? വലാകിന്ന ശയാത്തീന കഫറു യുഅല്ലിമൂനന്നാസ സിഹ്റ, നിഷേധികൾ മനുഷ്യർക്ക് സിഹിർ പഠിപ്പിക്കുന്നു. എന്നിട്ട് ഖുർആൻ പിന്നെ പറയുന്നത് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത മാറൂത്ത് എന്നാണ്. ഇതിന് 2 നിലക്ക് അർത്ഥം പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞ യുഅല്ലിമൂനന്നാസ സിഹ്റ ജനങ്ങൾക്ക് സിഹിർ പഠിപ്പിക്കുന്നു എന്നതിനോട് ചേർത്ത് അറബിയിൽ അതിന് അത്ഫ് എന്ന് പറയും. അതിനോട് ചേർത്ത് വെച്ചുകൊണ്ട് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത മാറൂത്ത്, ബാബിലോണിലെ 2 മലക്കുകൾക്ക് അതായത് ഹാറൂത്ത് മാറൂത്തിന് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളതും ജനങ്ങളെ പഠിപ്പിക്കുന്നു എന്നാണ് നേർക്കേറെ അതിൻ്റെ അർത്ഥം. അപ്പോൾ അവിടെ പഠിപ്പിക്കാന്നുള്ളത് ജനങ്ങളെ പഠിപ്പിക്കുന്നത് സിഹിറാണ്. ഒപ്പം ബാബിലോണിലെ ഹാറൂത്ത് മാറൂത്തിന് ഇറക്കപ്പെട്ടതും പഠിപ്പിക്കുന്നു എന്നാണ് വരിക. അതല്ലെങ്കിൽ അതിനർത്ഥം പറയാവുന്നത് വമാ ഉൻസില അലൽ മലക്കൈനി ബിബാബില ഹാറൂത്ത് മാറൂത്ത്, ബാബിലോണിലെ 2 മലക്കുകളായിട്ടുള്ള ഹാറൂത്ത് മാറൂത്തിന് സിഹിർ ഇറക്കപ്പെട്ടിട്ടില്ല എന്നാണ് വരിക. അവിടെ മാ എന്നതിനെ 2 രീതിയിൽ സങ്കല്പിക്കാം. ഒന്ന് മാ എന്നുള്ളത് നിഷേധത്തെ കുറിക്കണമെങ്കിൽ, ഒന്ന് മാ എന്നുള്ളത് പിന്നെ സിഹിറിനോട് ചേർത്ത് പറയാവുന്ന, അതിന് മൗസൂൽ എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ ആ നിലക്ക് പറയുമ്പം മലക്കുകൾക്ക് ഇറക്കപ്പെട്ടതും പഠിപ്പിക്കുന്നു എന്ന് പറയും. നിഷേധമാകുമ്പോൾ മലക്കുകൾക്ക് ഇറക്കപ്പെട്ടിട്ടില്ല എന്ന് പറയും. ഇതിന് വിരുദ്ധമായിട്ട് ഇവിടെ യുഅല്ലിമൂനന്നാസ സിഹ്റ ജനങ്ങളെ സിഹിർ പഠിപ്പിക്കുന്നു എന്നതിൻ്റെ പര്യായമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിശദീകരണമായിട്ടാണ് ഇദ്ദേഹം ഇവിടെ ഈ ഖുർആൻ ഭാഷ്യത്തിൽ അല്ലെങ്കിൽ അകമ്പൊരുളിൽ ബാബിലോണിലെ 2 മലക്കുകളായ ഹാറൂത്ത് മാറൂത്തിനെ പഠിപ്പിക്കുന്നു. അങ്ങനെ അർത്ഥം പറയാവുന്ന യാതൊരു സാഹചര്യവും അവിടെ ഇല്ലാതെ മാത്രമല്ല ആ വാക്യഘടനയ്ക്ക് പോലും എതിരാണത്. എന്നിട്ട് പിന്നെ അവിടെ 2 മാലാക്കന്മാർ ഇറക്കപ്പെട്ടിട്ടുമില്ല എന്ന് പറയണമെങ്കിൽ ഒമാ മുൻസിലൽ മലക്കാനി എന്ന് പറയണം. 2 മലക്കുകൾ ഇറക്കപ്പെട്ടിട്ടില്ല.
ഇവിടെ അങ്ങനെയല്ല ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ബാബിലോണിലെ 2 മലക്കുകളായ ഹാറൂത്ത് മാറൂത്തിന് ഇറക്കപ്പെട്ടത് എന്നോ അല്ലെങ്കിൽ അവർക്ക് ഇറക്കപ്പെട്ടിട്ടില്ല എന്നോ പറയുന്നതിന് പകരമാണ് അങ്ങനെ 2 മലക്കുകൾ അവരിറക്കപ്പെട്ടിട്ടില്ല എന്ന്. എന്നാൽ ഖുർആനിലെ ആയത്തുകൾക്ക് വാക്കുകൾക്ക് അർത്ഥം മാറ്റി പറയുകയും അതുപോലെ തന്നെ വാക്കുകളുടെ ആശയം ഉദ്ദേശാർത്ഥം അതിൻ്റെ ആശയം മാറ്റി പറയുകയുമൊക്കെ ചെയ്തുകൊണ്ട് ഒരു പൊരുളുണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ പൊരുളുകാരൻ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഖുർആനിനെ വികൃതമായി അർത്ഥം പറയുകയും അതിനെ വികൃതമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അദ്ദേഹം കൊണ്ടിരിക്കുന്ന തുരപ്പൻ പണി എന്നതാണ് ഇത്തരം അദ്ദേഹത്തിൻ്റെ ഈ പരാമർശങ്ങളിൽ നിന്നൊക്കെ ഒരു സാമാന്യ വായനക്കാരന് മനസ്സിലാക്കാൻ കഴിയുക.